ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രധാന ഒരു ബുദ്ധിമുട്ട്, നിങ്ങളുടെ ഡോഗ് ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന ബുദ്ധിമുട്ട് എന്താണെന്ന് പറയട്ടെ. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന വേളയിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ പപ്പീനെ ഒന്ന് മലർത്തി നോക്കിക്കഴിഞ്ഞാൽ അവൻ്റെ താടി മുതൽ വയറിൻ്റെ ഭാഗത്തെല്ലാം ചെറിയൊരു ഡിസ്കളറേഷൻ ഉണ്ടാവും. അൾട്ടിമേറ്റ്ലി നിങ്ങൾ എന്താ പറയുക, ആ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് കാര്യമില്ല, റിസൾട്ട് ഇല്ല എന്ന് പറയും. എല്ലാ പലചരക്കുകളിലും കിട്ടും, ചെറിയ വിലയുള്ളൂ. നമസ്കാരം, ഞാൻ സന്തോഷ്, പാലക്കാട് പെറ്റ്സ് ആൻഡ് ഫാംസിൻ്റെ ഓണറാണ്. ഇന്ന് നമ്മൾ തുടങ്ങിയ ഒരു ടോപ്പിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൻ ഇൻഫെക്ഷനാണ്. ഇപ്പോൾ നിങ്ങളൊരു പപ്പീനെ വാങ്ങിച്ചു, വീട്ടിലോട്ട് വന്നു. ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രധാന ഒരു ബുദ്ധിമുട്ട്, നിങ്ങളുടെ ഡോഗ് ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന ബുദ്ധിമുട്ട് എന്താണെന്ന് പറയട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങളുടെ പപ്പി ഇടയ്ക്കിടയ്ക്ക് സ്ക്രാച്ച് ചെയ്തുകൊണ്ടേയിരിക്കുക, ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നു, ഒരു അസ്വസ്ഥത കാണിക്കുന്നു, അടങ്ങിയിരിക്കുന്നില്ല. ഇതല്ലേ? ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന വേളയിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ പപ്പീനെ ഒന്ന് മലർത്തി നോക്കിക്കഴിഞ്ഞാൽ അവൻ്റെ താടി മുതൽ വയറിൻ്റെ ഭാഗത്തെല്ലാം ചെറിയൊരു ഡിസ്കളറേഷൻ ഉണ്ടാവും, ഒരു കളർ ചേഞ്ച് ഉണ്ടാവാം. ചില പപ്പികൾക്ക് ചെറിയ കുരുകൾ കാണാം. ഇതിൻ്റെ പേരിൽ നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോകുന്നു, ഡോക്ടർ ചികിത്സിക്കുന്നു, അസുഖം മാറുന്നു. 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്നു. സ്കിൻ ഇൻഫെക്ഷൻ വരുന്നു, അത് ഭയങ്കരമായിട്ട് മുടി കൊഴിയുന്നു, അവിടെ ഇവിടെയൊക്കെ ചൊറിയുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ. അൾട്ടിമേറ്റ്ലി നിങ്ങൾ എന്താ പറയുക, ആ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് കാര്യമില്ല, റിസൾട്ട് ഇല്ല എന്ന് പറയും. ഇവിടെ തെറ്റ് ഡോക്ടറുടെ അല്ല, മരുന്നുകളുടെ അല്ല, പെറ്റിൻ്റെ അല്ല, നിങ്ങളുടെയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ സ്കിൻ ഇൻഫെക്ഷൻ വരുന്നത്, ഇതിൻ്റെ സ്റ്റിമുലൻ്റ് എവിടെയാണെന്ന് അറിയാത്തതിൻ്റെ പ്രശ്നമാണ്. ബേസിക്കലി നമ്മളൊരു പപ്പീനെ വീട്ടിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത്, കാറ്റായാൽ പോലും വീട്ടിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ എവിടെയാണ് അതിനെ വളർത്തുന്നത്? ആദ്യത്തെ 1.5-2 മാസക്കാലം നമ്മൾ വീട്ടിനകത്താണ് വളർത്തുന്നത്. അങ്ങനെയാണ് വേണ്ടതും. കാരണം ചെറിയൊരു കുഞ്ഞിനെ നമ്മൾ പെട്ടെന്ന് ഒരു പുറത്തുള്ള ഒരു കൂട്ടിലോട്ട് മാറ്റി രാത്രി അതിനെ ഐസൊലേറ്റഡ് ആയിട്ട് വെക്കുന്നത് അതിന് സ്ട്രെസ് ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ വീട്ടിനകത്ത് വളർത്തുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കുക എങ്ങനെ സ്കിൻ ഇൻഫെക്ഷൻ വന്നു എന്ന്. ഇതിന് പ്രധാന കാരണം നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫ്ലോർ ക്ലീനറാണ്. എന്ന് വെച്ചാൽ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്നത് എന്താണ്? ഡെറ്റോൾ, ലൈസോൾ തുടങ്ങിയവയാണ്. നമ്മൾക്കതെല്ലാം ഭയങ്കര ക്ലീനിങ് ഏജൻസ് ആണെങ്കിൽ പെറ്റ്സിന് അത് വളരെ ഡേഞ്ചറസ് ആണ്. അതൊരു ആൽക്കലൈൻ കൂടുതലുള്ള ബോഡിയാണ് നമ്മുടെ പെറ്റ്സിൻ്റെ. അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, നിങ്ങൾ ഫ്ലോർ ക്ലീനർ മാറ്റുക. പറ്റുമെങ്കിൽ ഡോഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഫ്ലോർ ക്ലീനർ യൂസ് ചെയ്യുക. കെന്നൽ വാഷസ് ഒരുപാട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, നമ്മുടെ സ്റ്റോറിലും അവൈലബിൾ ആണ്. ഇനി അത് പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നത് ലെമൺ ഗ്രാസ്, അതായത് പുൽത്തൈലം വാങ്ങിക്കുക. എല്ലാ പലചരക്കുകളിലും കിട്ടും, ചെറിയ വിലയുള്ളൂ. അത് ഒരു ബക്കറ്റിൽ 4-5 തുള്ളി മിക്സ് ചെയ്തിട്ട് ഫ്ലോർ ക്ലീൻ ചെയ്ത ശേഷം നിങ്ങൾ നിങ്ങളുടെ പെറ്റിനെ ഫ്ലോറിൽ വിട്ടു നോക്കൂ, യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. മരുന്ന് ചെയ്തതിന് ശേഷം വീണ്ടും അസുഖം വരില്ല. ഒരു 90% അസുഖത്തിൻ്റെ സ്കിൻ ഇൻഫെക്ഷൻ്റെ തുടക്ക കാരണം ഇതാണ്. വേറെ കാരണങ്ങളുണ്ട്, അത് വേറെ വിഭാഗം. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും വ്യത്യാസം ഉണ്ടാവും. ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. വേറെ ടിപ്സുമായി അടുത്ത വീഡിയോയിൽ വരാം. നമസ്കാരം.